ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ബേസിക് സ്റ്റണ്ട് പഞ്ച് ആൻഡ് അതിൻ്റെ കൗണ്ടർ റിയാക്ഷൻസ്. നമ്മൾ 2 ടൈപ്പ് ഓഫ് പഞ്ചും അതിൻ്റെ റിയാക്ഷൻസും ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ബേസിക് സ്റ്റണ്ട് ഫോൾസ് ആണ്. ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇടി കൊണ്ട് ഒരാളെങ്ങനെ വീഴും, അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് ഹിറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ആൾ പിടിച്ച് പുഷ് ചെയ്യുന്നതാവാം. അപ്പോൾ അതിൻ്റെ ബേസിക് സ്റ്റണ്ട് സ്റ്റാൻഡിങ് ഫോൾസ് അതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ ഏതൊരു സ്റ്റണ്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് സേഫ്റ്റി ഗിയറായ ക്രാഷ് മാറ്റ്, പാഡ്സ്, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ക്രാഷ് മാറ്റൊക്കെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് നമ്മൾ വരും വീഡിയോകളിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സേഫ്റ്റി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത് പറഞ്ഞു തരാൻ പോകുന്നത് സ്റ്റണ്ട് അസിസ്റ്റന്റ് അപ്പു ആൻഡ് ഫൈറ്റർ പ്രതീഷ്, സ്റ്റണ്ട് അസോസിയേറ്റ് സനൽ ശങ്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ. നമുക്ക് ആദ്യം സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമുക്ക് കാണാം. അതിനുശേഷം ഡ്രിൽസിലോട്ട് വരാം. ഓക്കെ, റെഡി? 3, 2, 1 ആക്ഷൻ. ഇതാണ് സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ. നമുക്ക് ഇതിന്റെ ഡ്രില്ലോട്ട് കിടക്കാം. എങ്ങനെയാണ് സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ ചെയ്യേണ്ട വിധം എന്നുള്ളത് പറയാം. നമ്മൾ ബേസിക് സ്റ്റണ്ട് ഫോൾസ് ആയ ഫ്രണ്ട് ഫോൾ, സ്റ്റാൻഡിങ് ഫ്രണ്ട് ഫോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ലെഗിന്റെ പ്ലേസ്മെന്റ് ആണ്. ലെഗ് ഫോർവേഡ് മൂവ്മെന്റ് നമ്മൾ വെക്കണം, ഓൾ ലെഫ്റ്റ് ഓർ റൈറ്റ്. അത് ഡയഗണൽ പൊസിഷനിൽ വെച്ചാൽ മച്ച് ബെറ്റർ ആയിരിക്കും നമുക്ക് ചെയ്യാൻ, സേഫ്റ്റി കൂടും. ആ ലെഗിന്റെ ബാലൻസിൽ വേണം കൈയുടെ പ്ലേസ്മെന്റ് ശ്രദ്ധിക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഫോളിന്റെ ഡൗൺ പൊസിഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാമാണ് ഫസ്റ്റ് ടച്ച് ചെയ്യേണ്ടത്. പാമിനോടൊപ്പം എനർജി ഡൈവേർട്ട് ചെയ്ത് എൽബോ, അതിനുശേഷം അതിന്റെ ബാലൻസിൽ വേണം ബോഡി കംപ്ലീറ്റ് ടച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇമ്പാക്ട് അല്ലെങ്കിൽ നമ്മുടെ എനർജിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക് റിലീസ് ആവുകയും ചെയ്യും. ഇങ്ങനെ വേണം സേഫായിട്ട് ഈ സ്റ്റണ്ട് ഫോൾസ് ചെയ്യാൻ. ഇനി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് ഇവിടെ കാണിക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ഇപ്പോൾ ഹാൻഡിൻ്റെ ഈ ലെഗിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കണം. ഈ ലെഗിൻ്റെ പ്ലേസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് നമ്മുടെ ബോഡിയുടെ എനർജിനെ ഡൈവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ മിസ്റ്റേക്കായിട്ട് സ്ട്രെയിറ്റ് വീണാൽ ആദ്യം നമ്മൾ പാമ്പ് കുത്തുമ്പോൾ ഇത് ഷോൾഡർ ഇഞ്ചുറിയും എൽബോ ഇഞ്ചുറിയും പിന്നെ അതുപോലെ റിസ്റ്റിനെല്ലാം ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നീക്ക് ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ ഇത്ര സേഫ്റ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വളരെ ഇഞ്ചുറി ആയിരിക്കും. അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റണ്ട് ഫ്രണ്ട് ഫോൾ കണ്ടു. ഇനി നമുക്ക് സൈഡ് ഫോൾ എങ്ങനെയാണെന്ന് നോക്കാം. സൈഡ് ഫോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ലെഗിലൊരു അറ്റാക്ക് നമ്മൾ സ്ലിപ്പ് ചെയ്തുകൊണ്ട് വീഴുന്നു, അങ്ങനെ പല അറ്റാക്സിന് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ വരും വീഡിയോയിൽ പറയാം ഏതൊക്കെ അറ്റാക്കുകളാണ് നമുക്കിത് ഉപയോഗിക്കാന്നുള്ളത്. നമ്മളൊരു കോംബോ തന്നെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ഫോൾ എങ്ങനെ ചെയ്യേണ്ട വിധം നോക്കാം. ആദ്യം സൈഡ് ഫോൾ പുള്ളി കാണിക്കും, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡ്രില്ലോട്ട് പോവാം. ഓക്കെ, സൈഡ് ഫോൾ. ഓക്കെ, ഇതാണ് സൈഡ് ഫോൾ. ഓക്കെ, നമുക്ക് സൈഡ് ഫോളിന്റെ ഡ്രില്ലോട്ട് കിടക്കാം. അപ്പോൾ ഡ്രില്ലോട്ട് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ലെഗ് പ്ലേസ്മെന്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സ്വിങ് ചെയ്യുന്ന ലെഗ്, ഇതിലൊരു ലെഗ് കൊണ്ട് സ്വിങ് വരുന്നുണ്ട്. ഈ സ്വിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലെഗുമെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫോളിലോട്ട് വരുമ്പോൾ പാമാണ് നോക്കേണ്ടത്, പാം. ഓക്കെ, ഇനി പാം ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാം ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രണ്ട് ഫോൾ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മാതിരി തന്നെ പാം ഇങ്ങനെ വന്ന് എൽബോ ആൻഡ് നമ്മുടെ ഷോൾഡറും കൂടി പൊസിഷൻ ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഹെഡ് സേഫ് ആക്കണം. ഈ കൈ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റിബിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും സേഫ്റ്റി എടുത്തതിന് ശേഷമാണ് സൈഡ് ഫോളിൻ്റെ ഡ്രിൽസ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പതിയെ ചെയ്തതിന് ശേഷം നമ്മൾ സ്പീഡിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സൈഡ് ഫോൾ പോലെയാവും. സൈഡ് ഫോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് സൈഡിലേക്കാണോ വീഴേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ലെഗ് സ്വിങ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് നമ്മുടെ മറ്റേ കാലിൻ്റെ ബാലൻസിൽ വേണം സൈഡിലോട്ട് നമ്മൾ ഫോൾ ചെയ്യാൻ. ഫോൾ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ടൈപ്പ് ആയിരിക്കണം. ആദ്യം തന്നെ പാം ആയിരിക്കും നമ്മൾ ആദ്യം ടച്ച് ചെയ്യുക. പാം ടച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് റിസ്റ്റിന് ഇല്ലാത്ത രീതിയിൽ പാം ആൻഡ് എൽബോ, ദെൻ നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ റിബെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം വീഴാൻ. ഇങ്ങനെയാണ് നമ്മൾ സൈഡ് ഫോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൈഡ് ഫോൾ കണ്ടു. അപ്പോൾ ഈ സൈഡ് ഫോൾ 2 ടൈപ്പ് ഓഫ് രീതിയിൽ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിങ് തന്നെ അത് 2 കാലിൽ ടേക്ക് ഓഫ് എടുക്കാം, അതുപോലെ തന്നെ 1 ലെഗിൽ ടേക്ക് ഓഫ് എടുക്കാം. അത് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ടും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഫോൾ നോക്കാം, ബാക്ക് ഫോൾ, സ്റ്റാൻഡിങ് നോർമൽ ബാക്ക് ഫോൾ. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മറ്റെല്ലാ ഫോളും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ലെഗ് നമ്മൾ ബാക്കോട്ട് ഇറക്കണം, എന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പുറം ഇവിടെ കാണിക്കും. ഒരു പുഷ് ചെയ്യണം. അപ്പോൾ പുഷിലോ അല്ലെങ്കിൽ ഒരു പഞ്ചിലോ ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 3, 2, 1 ആക്ഷൻ. ഇതാണ് നോർമൽ സ്റ്റാൻഡിങ് ബാക്ക് ഫോൾ. അപ്പോൾ ഇതിൻ്റെ ഡ്രില്ലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഫോൾ കണ്ടു.
അപ്പോൾ നോർമൽ ബാക്ക് ഫോൾ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രില്ലിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാലാണോ നമുക്ക് കംഫർട്ട് അത് ഫോർവേഡ് വയ്ക്കുന്നു. ഇതിൻ്റെ ബാലൻസിൽ വേണം നമ്മുടെ ബട്ട് ടച്ച് ചെയ്യാൻ. ഓക്കെ, ബട്ട് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഇവിടെ എക്സ്ട്രാ കൊടുക്കണം. അതായത് ഈ സംഭവം ഇതിൽ നമ്മുടെ എനർജി ഡൈവേർട്ടായി പോവും. എന്നിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിൻ ചെസ്റ്റിനോട് അടുപ്പിച്ച് വെക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം തന്നെ നമ്മുടെ ലെഗിൻ്റെ പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദെൻ സിറ്റിംഗ് പൊസിഷനിലേക്ക് വന്നു. ദെൻ പാം, ബട്ട് ആൻഡ് പാം. ഓക്കെ, ഈ പാമോടെ വയ്ക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു എഫക്റ്റ് നമ്മളിവിടെ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ ചിൻ ചെസ്റ്റിനോട് അടുപ്പിക്കണം, നെക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതാണ് നോർമൽ സ്റ്റാൻഡിങ് ബാക്ക് ഫോൾ. ഓക്കെ, ഇനി നമുക്ക് പഴയ പോസ്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഫോളിങ് ഇവിടെ കണ്ടു. ഇത് നോർമൽ സ്റ്റാൻഡിങ് ഫോൾസ് ആണ്, നോർമൽ മൂവീസിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 3 കൂടിയിട്ട് ഒരുമിച്ച് കാണാതെ എങ്ങനെയാണ് ഇത് കോംബോ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഫ്രണ്ട് ഫോൾ, ദെൻ സൈഡ് ഫോൾ, ഫൈനലി ബാക്ക് ഫോൾ. അപ്പോൾ നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് ഫോളിങ് നമ്മളിവിടെ കണ്ടു. ഓക്കെ, അപ്പോൾ വരും വീഡിയോകളിൽ കൂടുതൽ ഫോൾസ്, അതുപോലെ തന്നെ കൊറിയോഗ്രഫി, ഫൈറ്റ് കൊറിയോഗ്രഫി എങ്ങനെ, അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽസ്, അതുപോലെ തന്നെ ലൊക്കേഷൻ വിശേഷങ്ങൾ, പിന്നെ പല ടൈപ്പ് ഓഫ് സ്റ്റൺസ് നമ്മുടെ വരും വീഡിയോകളിൽ ട്യൂട്ടോറിയലായിട്ടും അല്ലാതെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കാണാത്തവരെല്ലാവരും അതുപോയി ദയവേത് കാണുക. അത് കണ്ട് അതിൽ അത്യാവശ്യം പഞ്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫോളിലേക്ക് വരുന്നതായിരിക്കും. കുറച്ചും കൂടി നമുക്ക് റിയാക്ഷൻ അതും കൂടി കോംബോ ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.